ഇന്നോവ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറയുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള മാറ്റ് നമ്മൾ ഈ ഫ്ലോറിൽ ഇടാറുണ്ട്. ഞാനടക്കം ഇട്ടിട്ടുണ്ട് വണ്ടിയിൽ. ഈ ഒരു ടൈപ്പ്, ഈ ബട്ടൺസ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള ടൈപ്പ്, അതായത് പ്ലാസ്റ്റിക് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ വിരിക്കും. ഈ ഒരു മാറ്റ് നമ്മൾ മാറ്റി ഇതാണ് നമ്മുടെ കമ്പനി വരുന്ന മാറ്റ്. ഒരു കമ്പനി വരുന്ന മാറ്റിന് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ ഒരു മാറ്റ് യൂസ് ചെയ്യണത്. കാരണം എന്തെങ്കിലും വെള്ളം വീണുണ്ടെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ചേഞ്ച് ചെയ്യണത്. പക്ഷേ നമ്മൾ ഈ ഒരു മാറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വെള്ളാംശം നമ്മൾ കാണില്ല. കാരണം ഓൾറെഡി അതിൻ്റെ മുകളിൽ നല്ലൊരു ഷീറ്റ് കിടക്കണ കാരണം താഴെ എന്തെങ്കിലും വെള്ളാംശം വന്നാലും നമ്മളത് മൈൻഡ് ചെയ്യില്ല. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം വരും. ഇതിൻ്റെ ഉള്ളിൽ ഈർപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇത് കിടക്കുന്നത് എവിടെയാണ്? പ്ലാറ്റ്ഫോമിലാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം മാറ്റുമ്പോൾ ഈ ഒരു രീതിയിലുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടാവും. ഈ ഒരു ഇത് ഫുള്ളായിട്ട് തന്നെ വെറ്റായിരുന്നു, അതായത് വെള്ളാംശമായിരുന്നു. ഈ വെള്ളാംശം ഇരുന്ന് നമുക്ക് ഇത് തുരുമ്പ് കാണാൻ പറ്റും. ഈ ഒരു തുരുമ്പ് വന്ന് മൊത്തം ബോഡി ബോഡിനെ തിന്നു എന്ന് തന്നെ പറയാം. മൊത്തം ബോഡി തവിട്ട് പൊടിയായിട്ടുണ്ട് ഈ രീതിയിൽ മൊത്തം. അപ്പോൾ നിങ്ങൾ ഈ ഒരു മാറ്റ് ഇടണവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്ലോറിൻ്റെ അടിവശത്ത് വരുന്ന ക്ലോത്ത് നനഞ്ഞിട്ടുണ്ടോയെന്ന് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി പോയി ചെക്ക് ചെയ്തോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നനഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കാണണം. ഇല്ലാത്ത പക്ഷം ഈ ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 3 വർഷം കൊണ്ടൊക്കെ ഈ ഒരു രീതിയായി മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഇട്ടതിന് ശേഷമുള്ള കേസാണ് പറയണത്. അപ്പോൾ ഇത് എത്ര വർഷമായെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊരു പറഞ്ഞതാണ്. എൻ്റെ വണ്ടിക്കിടക്ക് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് റിമൂവ് ചെയ്യാനുള്ള തീരുമാനത്തിലെത്തി. മാർക്കറ്റിൽ 70 മാറ്റൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇടണമെങ്കിൽ തന്നെ മാർക്കറ്റിൽ 70 മാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാറ്റൊക്കെ വരുന്നുണ്ട്. കാണാൻ ഭംഗിയൊക്കെ വരുന്നൊരു മാറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇടണമെന്ന് തന്നെ ഉണ്ടെങ്കിൽ ആ ടൈപ്പിലുള്ള മാറ്റൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ കിടക്കുന്ന മാറ്റിൽ അത് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ക്ലോത്തിൻ്റെ കുറച്ച് ഇത് നനവും കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ വരുമ്പോൾ വണ്ടി എപ്പോഴെങ്കിലൊക്കെ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ ആ നനവ് പൊക്കോളും. അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ അവിടെ ബാബേട്ടൻ ഇതിന് വേണ്ടിയിട്ടുള്ള ബോഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിഞ്ഞ് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കണം. വണ്ടിയുടെ ഔട്ടർ നോക്കണമെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മാറ്റ് ഇട്ടാണ് കാരണം മാത്രമാണ് ഈ ഒരു വണ്ടിക്ക് കുഴപ്പങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഭൂരിപക്ഷം വാഹനങ്ങളും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ ഈ വണ്ടി മറ്റൊരു വണ്ടി ഇതേപോലെ തന്നെ ഫോർമാറ്റ് ഇട്ടിരുന്ന വണ്ടിയാണ്. അവർ ഒരു പ്രാവശ്യം ടച്ചപ്പൊക്കെ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരു പ്രൈമറൊക്കെ ടച്ചപ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ മൈൻഡ് ചെയ്തില്ല. അത് കാരണം തന്നെ ഇത് കണ്ട ഇതൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമയവും പോവും ഈ ഒരു പണിക്ക്. നമ്മൾ ഫ്ലോറ് കറക്റ്റായിട്ട് ഉണ്ടാക്കിയിടണം. കാരണം ഫ്ലോറ് വാങ്ങാൻ എന്തായാലും മുതലാവില്ല, ഒരുപാട് പൈസ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വെൽഡ് ചെയ്ത ഈ ഒരു ഭാഗം നമ്മൾ അവിടെ നിന്ന് തുടങ്ങി ആ ഭാഗം തുടങ്ങി കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ മാറ്റും കേട്ടോ. ഒരു 2009 മോഡൽ വണ്ടിയായിരുന്നു. ഒരു വണ്ടിയുടെ ബാക്കിൽ പോയി ഇടിച്ചു. അപ്പോൾ പലരും പല ടൈപ്പിലുള്ള വീഡിയോ ഇടാറുണ്ട്. വണ്ടി നമ്മൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്ന സമയത്ത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം നല്ലതാണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം നല്ലത് തന്നെയാണ്. കാരണം നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ഓണർ പറയണ ഈ വണ്ടി ഇടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടി ഇടിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ചെക്ക് ചെയ്തും അത് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു വണ്ടി ആകുമ്പോൾ തട്ടുമുട്ടൊക്കെ സ്വാഭാവികമാണ്. അത് ആരുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഞാനടക്കം ഉള്ള വ്യക്തികൾ എപ്പോൾ വേണമെങ്കിലും തട്ടൽമുട്ടലൊക്കെ വരാം. പക്ഷെ അത് തട്ടൽമുട്ടലും വന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ആ ഒരു പണി അത് വൃത്തിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഇനിയും ഒരുപാട് വർഷം യൂസ് ചെയ്യാൻ സാധിക്കും. കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഓടാൻ സാധിക്കും. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ അടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിൽ 2 അപ്രോണ് ബെൻഡായിരുന്നു. ഈ വണ്ടി ഒരു KSRTCയുടെ എങ്ങാണ്ട് ബാക്കിൽ പോയിടിക്കാണ്ട് ചെയ്തത്. കസ്റ്റമർ അതുവരെ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ലാത്തൊരു വണ്ടിയാണ്. ബാക്കിൽ ഇന്നേ വരെ ഈ വണ്ടി സൈഡ് വശങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. നീറ്റ് വണ്ടിയാണ്. 2009 ആയാലും അതേപോലെ കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കാരണം വണ്ടി കാണുമ്പോഴറിയാം അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 2 അപ്രോൺ നമ്മൾ ബെൻഡായി. അപ്പോൾ നമ്മൾ എന്തെന്ന് ചെയ്താലെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഈ 2 അപ്രോണ് വലിച്ച് നിർത്തി. അതായത് എങ്ങനെയാണ് കമ്പനി മെഷർമെൻറ്റ് വരുന്നത് ആ രീതിയിൽ 2 അപ്രോണ് വലിച്ച് നിർത്തി. എവിടെയും ഒരു ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ കേട്ടോ, എവിടെ ഒരു വെൽഡിങ് ജോയിൻ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ വലിച്ച് നിർത്തി ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിലെ ഫ്രെയിമാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ടാക്ക് ചെയ്തിട്ടാണ് ഇത് പിടിപ്പിച്ചാണത്.
ഇതുമ്പോൾ വേറെ വെൽഡിങ് അല്ല, റീടാക്ക് ചെയ്യണമെന്നുള്ളൂ, അല്ലാണ്ട് ഫുള്ളായിട്ട് ഇപ്പോൾ അത്ര വെൽഡ് ചെയ്യണ പരിപാടിയല്ല. അപ്പോൾ ടാക്ക് ചെയ്ത് പിടിപ്പിച്ചതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫ്രെയിം നമ്മളിതിൻ്റെ റീപ്ലേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടീനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AGB ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റിയുള്ള പൗഡർ കോട്ടിംഗ് ഒക്കെ വരുന്ന ഒരു ഫ്രെയിമാണ്. പിന്നീട് റസ്റ്റ് വരാനുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട, കാരണം ക്വാളിറ്റിയുള്ള പാർട്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രെയിം നമ്മൾ ഈ ഒരു രീതിയിൽ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് വരും. എന്നിട്ട് നമ്മളിപ്പോൾ ഈ വിടിയിച്ചിരിക്കുന്ന ടാക്കും കാര്യങ്ങളൊക്കെ റീടാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പണി വൃത്തിയായി തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ സെറ്റിങ്ങൊക്കെ ഇവിടെ ഫ്രണ്ടേജ് നമ്മൾ ഇപ്പോൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സ്ക്രൂ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ട്, അവിടെ സ്ക്രൂ അടിച്ചിട്ടുണ്ട്, അങ്ങനെ മൊത്തം ഏരിയ സ്ക്രൂ അടിച്ച് ഇതിനെ ഒന്ന് ഇരുത്തിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതിനുമ്പോൾ ബോണറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റും. ഇതിന് ഹൈറ്റ് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയണം, ഹൈറ്റിൽ എന്തെങ്കിലും താഴെ മേലേക്കൊക്കെ ആയിട്ടുണ്ടോയെന്ന് അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളും ഓക്കെ, കാരണം ഇത് അലൈൻ കറക്റ്റായിട്ട് വന്നു. ഇനി നമുക്ക് മേലേക്കും താഴേക്കും ഉള്ളത് ഫെൻഡർ പുതിയത് വന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇതിന് സെറ്റ് ചെയ്ത് നോക്കൂട്ടോ. ആക്സിഡൻറ്റ് വർക്കിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ തുടരെ വരുന്നതാണ്. CarJJ വ്ളോഗിൽ വരുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ റെസ്റ്റുള്ള വാഹനം ഇപ്പുറത്തെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് വണ്ടി ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. വണ്ടി ആക്സിഡൻറ്റ് ഹിസ്റ്ററി ചെക്ക് ചെയ്യണത് കുഴപ്പമില്ല, പക്ഷേ ആ ആക്സിഡൻറ്റ് ചെയ്താണ്, ആ പണി ചെയ്താണ് രീതി നല്ല രീതിയാണെങ്കിൽ വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾ ഞാൻ പറയാനായിട്ട് റിസ്ക് എടുക്കണ്ട, അമ്മ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ആ വണ്ടിയുടെ ഫ്രെയിം നമ്മൾ ഫ്രണ്ട് റീപ്ലേസ് ചെയ്തു. പിന്നെ നമ്മൾ ആ ടാക്കുകൾ രണ്ട് സൈഡും നമുക്ക് എപ്പോക്സി പ്രൈമർ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് തുരുമ്പ് വരാനുള്ള ടെൻഡൻസി പൊതുവെ കുറവായിരിക്കും. പേസ്റ്റിംഗ് ഇട്ടുകൊടുത്ത് പേസ്റ്റിംഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം തന്നെ ക്ലിയറായി. കാരണം അപ്പുറം വേറെ കട്ട് ചെയ്തിട്ട് നമ്മൾ വെല്ലിങ് കാര്യങ്ങളൊന്നും വേറെ ചെയ്യണില്ല. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾ വലിയ കുഴപ്പമില്ല. എന്നാലും റസ്റ്റ് ഇഷ്യൂസ് ഉള്ള വാഹനങ്ങൾ മാക്സിമം നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങണ സമയത്ത് ശ്രദ്ധിക്കുക. പ്ലാറ്റ്ഫോം പിന്നെ ആരെങ്കിലുമൊക്കെ പ്ലാറ്റ്ഫോം ഫ്ലോർ മാറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലോർ മാറ്റൊക്കെ ഒന്ന് പൊക്കി നോക്കേണ്ടത് നല്ലതാണ്. എൻ്റെ വണ്ടിയിലടക്കം വിരിച്ചിട്ടുണ്ട്, ഞാനത് എന്തായാലും ഒഴിവാക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ അതും ഒരു നൈറ്റ്, കാരണം വർഷങ്ങൾ കഴിയുമ്പോഴാണ് കംപ്ലയിൻറ്റ് വരിക, അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു 3 വർഷം 4 വർഷം കഴിയുമ്പോഴാണ് ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബൂത്തിൽ ഒരു എത്യോസ് ലിവ ഫുൾ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സെപ്പറേറ്റായിട്ടുള്ള വീഡിയോ വരുന്നതാണ്. അത് അടിക്കണത് സെൽറ്റോസിൻ്റെ റെഡ് കളർ അടിക്കണത്, പിന്നെ ഡ്യുവൽ ടോൺ കളറാണ്. റൂഫ് ബ്ലാക്കും താഴെ റെഡും ആ രീതിയിലാണ്, ആ കോമ്പിനേഷനുള്ള പെയിൻ്റ് ചെയ്യണം. സീറ്റ് വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വരുന്നതാണ്. അതേപോലെ ഈ ആക്സിഡൻറ്റ് വണ്ടിയുടെ സെപ്പറേറ്റ് വീഡിയോസും വരുന്നതാണ്. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിൽ ഞാൻ സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്. നമ്മുടെ ഇവിടെ ചെയ്യുന്ന വർക്കുകളൊക്കെ ഡെയിലി സ്റ്റോറി എന്ന രീതിയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ റീൽസ് ഇടുന്നുണ്ട് ചെയ്യുന്ന വർക്കുകളുടെയൊക്കെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ എത്യോസിൻ്റെ പെയിൻറ്റിങ് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞാൽ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.